പത്തനംതിട്ട അടൂരിൽ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച് യുവാവിന്റെ ജനനേന്ദ്രിയം തകർത്തതായുള്ള പരാതിയിൽ പോലീസിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. സംഭവം നടന്ന ദിവസത്തെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യുവാവിന്റെ ദേഹമാസകലം അടിയേറ്റ് ചതഞ്ഞ പാടുകളാണ്. ചികിത്സാരേഖയിലും മർദ്ദനമേറ്റതായി തെളിവുകളുണ്ട്. വിവരങ്ങളുമായി പ്രസാദ് എം ജെ ചേരുന്നുണ്ട്. പ്രസാദ്, എന്തായാലും വലിയ ഗുരുതരമായ ഒരു വിഷയമാണ് ഇപ്പോൾ പോലീസിനെതിരെ വന്നിട്ടുള്ളത്. എന്തായാലും സംഭവത്തിന്റെ തെളിവുകൾ, കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്ത് നടപടിയാണ് ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കുക? വിശദാംശങ്ങൾ എങ്ങനെയാണ്? മെയ് മാസം 26-ന് നടന്ന ഒരു പോക്സോ കേസിന്റെ ചുരുളാണ് ഇപ്പോൾ കൂടുതൽ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇപ്പം തെളിഞ്ഞു വരുന്നത്. ചേട്ടനും അനിയനും തമ്മിൽ ഒരു കുടുംബത്തിൽ താമസിക്കുന്നു. അതിൽ അനിയനാണ് പോക്സോ കേസിൽ പ്രതിയാകുന്നത്. അവർ അടൂർ സ്വദേശിയാണ്. ഈ അനിയനെ അന്വേഷിച്ചാണ് കൊല്ലം ശാസ്താംകോട്ട പോലീസ് എത്തുന്നതും അനിയനെ കിട്ടാത്തതിനാൽ അനിയൻ എവിടെയാണ് ഒളിച്ചു പാർക്കുന്നതനുസരിച്ച് ചേട്ടനെ പോലീസ് ബലമായി കാറിൽ പിടിച്ചുകൊണ്ടുപോവുകയും തുടർന്നാണ് ക്രൂരമായി മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നത്. മെയ്, ജൂൺ, ജൂലൈ ഈ 4-5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പുറം ലോകം ഈ പോലീസിന്റെ ഈ മർദ്ദനം അറിയുന്നത്. വീട്ടുകാർ ഈ പോലീസിന്റെ മർദ്ദനം ഭയന്നിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ദൃശ്യമാധ്യമങ്ങളിൽ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് ഇപ്പൊ കൂടുതൽ വകുപ്പ് തല അന്വേഷണത്തിന് കൊല്ലം റൂറൽ SP ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മർദ്ദനത്തിന് ഇരയായ യുവാവ് കഴിഞ്ഞ ആഴ്ചയാണ് സംസ്ഥാനത്തെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കേസെടുക്കാൻ ജഡ്ജി മുഖാന്തരം അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ള ഈ ക്രൂര മർദ്ദനത്തിന്റെ വിവരങ്ങളെല്ലാം നേരിട്ട് തന്നെ ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ജഡ്ജിയെ ബോധ്യപ്പെടുത്തുകയും അടുത്ത ആഴ്ചത്തേക്ക് അതിന്റെ ഹിയറിംഗ് മാറ്റിവെച്ചേക്കുകയാണ്. വാർത്താമാധ്യമങ്ങളിൽ ഈ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായതിനെ തുടർന്ന് ഇന്നലെ ഈ ശാസ്താംകോട്ട പോലീസിന്റെ ചാർജുള്ള കൊല്ലം റൂറൽ SP വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. അതിനു മുമ്പ് ഈ പരാതിക്കാരനായ യുവാവ് ശാസ്താംകോട്ട DYSPക്ക് പരാതി നൽകിയെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാതെ പോലീസ് അത് നിസ്സാരവൽക്കരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് തന്റെ ദേഹമാസകലം മുറിവും ചതവും ജനനേന്ദ്രിയ ഭാഗത്തെ നീരും ഉൾപ്പെടെയുള്ളവയെല്ലാം ഇപ്പം ദൃശ്യങ്ങളിൽ ആ കുടുംബസമേതം പുറത്തുവിട്ടിരിക്കുന്നത്. പോലീസിന്റെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്തെ വകുപ്പുതല അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഈ യുവാവും ഈ കുടുംബവും അന്വേഷണത്തിന്റെ ഈ തനിക്ക് നേരിട്ടതിന്റെ ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങൾ കൂടി പുറത്തുവിട്ടതോടുകൂടി ഇപ്പൊ പോലീസ് ഇപ്പോൾ എന്ത് ചെയ്യുന്ന ഒരു അവസ്ഥയിലിരിക്കുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ കൊല്ലം റൂറൽ SPയുടെ റിപ്പോർട്ട് കിട്ടും. അടുത്ത ആഴ്ചയാണ് വീണ്ടും ഹിയറിംഗിന് വേണ്ടി യുവാവിനെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി വിളിച്ചിരിക്കുന്നത്. അരുണിമ. ശരി, വ്യക്തമാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് പ്രസാദ് MJ.